പകരം ഞങ്ങൾ ചോദിക്കൂ, പകരം ഞങ്ങൾ ചോദിക്കൂ, പകരം ഞങ്ങൾ ചോദിക്കൂ. ആയത് പറയുന്നറിയില്ലേ? വേങ്ങരയിലെ ഓഫീസിൽ, വേങ്ങരയിലെ ഓഫീസിൽ, KCB ഓഫീസിൽ, KCB ഓഫീസിൽ, KCB ഓഫീസിൽ, KCB ഓഫീസിൽ ഇന്ന് മയങ്ങും കൂട്ടർ തന്നെ, ഇന്ന് മയങ്ങും കൂട്ടർ തന്നെ, ഇന്ന് മയങ്ങും കൂട്ടർ തന്നെ, ഇന്ന് മയങ്ങും കൂട്ടർ തന്നെ. തുടർന്നുകൊണ്ടേയിരിക്കും. ഒന്ന് ഇവിടെ പറയുമ്പോൾ ഈ KCB ഉദ്യോഗസ്ഥന്മാർ ഓഫീസിൽ കിടന്ന് ഉറങ്ങുകയാണോ എന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഉറങ്ങുകയാണല്ലോ. അതുപോലെ തന്നെ ഫയറിന്റെ ആളുകൾ തർക്കിച്ചുകൊണ്ടിരിക്കുക. മരം വെട്ടുന്ന കാര്യത്തിൽ എന്തിനാ തർക്കിക്കുന്നത്? അത് നിങ്ങളാ ചെയ്യേണ്ടത്. അത് ഞങ്ങളല്ല. മരം വെട്ടേണ്ട പൈസ ആര് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തർക്കം നടക്കുകയാണ്. നിങ്ങൾ MLA അറിയിക്കണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഓടിയെത്തി. അവിടെ ആകെ ലൈനുകൾ പൊട്ടി വീണിരിക്കുന്നു. ആ പൊട്ടി വീണ ലൈൻ 2 ദിവസവുമായി കാണാതെ ആ വെട്ടുതോടിൽ ഒരു കുട്ടി കുളിക്കാൻ വന്നപ്പോൾ ആ കുട്ടിക്ക് ഷോക്ക് അടിച്ച് മരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. സാധിക്കുന്നേ. അപ്പൊ ഇങ്ങനെ ഷോക്ക് അടിച്ചുകൊണ്ട് ഇങ്ങനെ പോയാൽ എല്ലാ മേഖലയും തകർച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് സർക്കാർ ഇങ്ങനെ ആളുകളുടെ ജീവൻ എന്ന് പറഞ്ഞാൽ ആ ജീവന് വലിയ വിലയുണ്ട്. ഒരു ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ കാണാൻ ആംബുലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. എന്നാൽ നിരുത്തരവാദിത്വപരമായ പ്രവർത്തനം കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ ആ ജീവന് ഉത്തരം പറയേണ്ടത് KCB തന്നെയാണ്, സർക്കാർ തന്നെയാണ്. സർക്കാർ ഭരിക്കുമ്പോൾ അതിന്റെ കീഴിലുള്ള വകുപ്പുകൾ വിജിലന്റ് ആയിരിക്കണം. അത് പോലീസായാലും ആരായാലും വിജിലന്റ് ആയിരിക്കണ്ടേ? എന്നാലല്ലേ കാര്യങ്ങൾ സുഖമായിട്ട് നടക്കുകയുള്ളൂ. അവർ ചിലപ്പോൾ കമ്പി കണ്ടാൽ അറിയാതെ തൊട്ടുപോകും. അവർ സ്വാഭാവിക കുട്ടികളാണ്, അവർക്ക് അതിന്റെ സീരിയസ് അറിയില്ല. അപ്പൊ അങ്ങനെ കുട്ടികൾ മാത്രമല്ല, ഇപ്പൊ പാലക്കാട് മരിച്ചത് വലിയൊരു മുതിർന്ന പൗരനാ. അതുപോലെ തിരുവനന്തപുരത്തിൽ സ്ത്രീയാ മരിച്ചത്. അത് പാടത്തും പറമ്പിലും അതുപോലെ കൊണ്ടോട്ടിയിലും മരണമുണ്ടായി. ഒരു കർഷകൻ മരിച്ചു. അങ്ങനെ എത്ര ആളുകളാണ് KCBയുടെ കറണ്ട് പിടിച്ച് ഈ ഒരു മാസം കൊണ്ട് എത്ര ആളുകളാണ് മരിച്ചത്? ഇങ്ങനെ മരണപ്പെട്ടാൽ ഈ KCB എന്ന ഇവിടുത്തെ ഒരു മരണക്കിടിയായി മാറുന്ന ഒരവസ്ഥയിലേക്ക് KCB പോകുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് തന്നെ പറയും. നിങ്ങളുടെ അനാസ്ഥയാണ് ആ മരണത്തിന് കാരണം. നിങ്ങൾക്ക് ശ്രദ്ധിക്കാമായിരുന്നു. എത്രയോ ഉദ്യോഗസ്ഥന്മാര് തലങ്ങും പലങ്ങും നിങ്ങളുടെ ഓഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. നട്ടപ്പോര നേരത്തെ വിളിച്ചാൽ ഫോൺ എടുക്കൂല, അല്ലെങ്കിൽ പകല് വിളിച്ചാൽ ഫോൺ എടുക്കൂല. 24 മണിക്കൂറിൽ ഒരു നിമിഷം പോലും നിങ്ങൾ ഫോൺ എടുക്കലില്ല. ഞങ്ങൾ തിരക്കിലെന്നാ പറയല്. ആ തിരക്ക് നിങ്ങൾക്ക് എന്താണ്?